വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. 2026 ജനുവരി 22 വ്യാഴം ഷാബാൻ 3-ന് സിറാജ് പത്രത്തിലെ ഒന്നാമത്തെ പേജിൽ വന്ന ഒരു വാർത്ത എന്താണ്? ഓരോരുത്തരും ഇങ്ങനെ ഓരോ ദിവസവും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുതിച്ചു കയറി സ്വർണം, റെക്കോർഡുകൾ പഴങ്കഥകളാക്കി സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഇന്നലെ 2 തവണയായി കൂടിയ ശേഷം നേരിയ തോതിൽ കുറഞ്ഞു. ഇതോടെ പവന് 5000 രൂപ വർദ്ധിച്ചു. 1,14,840 രൂപയായി. 14,355 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഒരു പവൻ കിട്ടണമെങ്കിൽ 1,14,840. പണിക്കൂലിയൊക്കെ പാടെ കൂട്ടിക്കഴിഞ്ഞാൽ 1,30,000-ഓളം എത്തും. അങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ അല്ലേ? സാധുക്കളായ ആളുകൾ എങ്ങനെ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കും? സാധുക്കളായ ചെറുപ്പക്കാർ എങ്ങനെ ഈ വർദ്ധിച്ച വിലയിൽ മഹർ ഒരു 3 പവനെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല? എങ്ങനെ കൊടുക്കും? എനിക്ക് പറയാനുള്ളത്, അള്ളാഹു സമ്പത്ത് തന്ന ആളുകളോടാണ്. ഒരുപാട് സമ്പത്ത് അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യരുത്? പാവങ്ങളെ മുമ്പിൽ കാണിക്കരുത്, സാധുക്കളെ മുമ്പിൽ കാണിക്കരുത്. ഈ ഒരു ട്രെൻഡ് ഇവിടുന്ന് എടുത്തു പോകാൻ നിങ്ങൾ വിചാരിക്കണം. ഈ വർദ്ധിച്ച വിലയിൽ 100 പവൻ കൊടുക്കാൻ ഉദ്ദേശിച്ചോടത്ത് 150 കൊടുക്കുന്ന പണക്കാരുണ്ടാകും അല്ലേ? എൻ്റെ സമ്പത്തിന്റെ വലിപ്പം ആ കുടുംബം ഒന്ന് കാണട്ടെ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് 4 ആള് കാണട്ടെ എൻ്റെ പൈസയുടെ വലിപ്പം. അങ്ങനെ നിങ്ങൾ ആരും ചിന്തിക്കരുത്. മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പരിപാടി ചെയ്യരുത്. കൂലിപ്പണിക്കാരനായ ആള് എൻ്റെ മകൾക്ക് ഒരു 10 പവനെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകും അല്ലേ? ഒരു 3 പവൻ കൊടുത്ത് മഹർ കൊടുത്തിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഈ വർദ്ധിച്ച വിലയിൽ അത് ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഈ ഒരു സ്വർണത്തിന്റെ ഈ സമ്പ്രദായം എടുത്തു കളയണം. അപ്പോലൊക്കെ തന്നെ സ്വർണത്തിന്റെ വില കുറക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സമ്പ്രദായം എടുത്തു പോകണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പെണ്ണിന്റെ സൗഭാഗ്യത്തെ കുറിച്ച് പറയാണ്. മിൻ ബർക്കത്തിൽ മർഅത്തി സുർഅത്തു തസ്വീജിഹാ വ സുർഅത്തു റഹിമിഹാ വ യുസ്റു മഹ്റഹാ. എന്താ പറഞ്ഞത്? വേഗം വിവാഹിതയാകലും താമസിയാതെ പ്രസവിക്കലും മഹർ കുറയലും സ്ത്രീയുടെ സൗഭാഗ്യത്തിൽ പെട്ടതാണ്. ഉൾക്കൊള്ളാൻ ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് കഴിഞ്ഞോളൊന്നൊന്നുമില്ല, പക്ഷേ മുത്തുനബി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.